അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വ സ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പോ മറ്റോ ആയി ഒരു 10 മിനിറ്റിൽ താഴെ നമ്മൾ ചെലവഴിക്കുകയാണെങ്കിൽ നേടിയെടുക്കാൻ കഴിയുന്ന വലിയൊരു നന്മയാണ് സൂറത്തുൽ മുൽക്കിൻ്റെ പാരായണം. നാം മരിച്ച് ഏതാനും സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഉപകാരം ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിത്തുടങ്ങുമെന്ന് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ 67-ാം അധ്യായം 30 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടി മഹാത്മ്യത്തെക്കുറിച്ചും ചിന്തിക്കുവാൻ പ്രേരണ നൽകുന്ന ഒട്ടേറെ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന അധ്യായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന സൂറത്ത മിനൽ ഖുർആനി 30 ആയ, വിശുദ്ധ ഖുർആനിൽ 30 ആയത്തുകളുള്ള ഒരു സൂറത്തുണ്ട്. ഷഫാഅത്ത് ലിറജുലിൻ ഹത്താ ഉഫിറ ലഹു, ഒരു മനുഷ്യന് വേണ്ടി ഈ സൂറത്തിനെ, അതിൻ്റെ പാരായണവും അതിൻ്റെ പഠനവും അതിൽ പറയുന്ന ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വേണ്ടി ഈ സൂറത്ത് ശുപാർശ ചെയ്തുകൊണ്ടിരിക്കും അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുക്കുന്നത് വരെ. വഹിയ സൂറത്തു തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അത് സൂറത്തുൽ മുൽക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഖബർ ശിക്ഷയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുമെന്നാണ്. സൂറത്തു തബാറക ഹിയ മാനിഅത്തുൻ മിൻ അദാബിൽ ഖബർ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയിൽ പ്രവാചകൻ ഈ സൂറത്ത് ഓതാതെ കിടന്നുറങ്ങാറുണ്ടായിരുന്നില്ല എന്നാണ്. കാന അലൈഹി സ്വലാത്തു വസ്സലാം ലാ യനാമു ഹത്താ യഖറ അലിഫ് ലാം മീം തൻസീലുൽ കിതാബ് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. വിശുദ്ധ ഖുർആനിലെ 2 അധ്യായങ്ങൾ, ഒന്ന് സൂറത്തു സജദയാണ്, മറ്റൊന്ന് സൂറത്തുൽ മുൽക്കാണ്. ഇത് രണ്ടും ഓതാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നുറങ്ങാറുണ്ടായിരുന്നില്ല എന്നാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ പല പ്രാവശ്യം ഇത്തരത്തിലുള്ള ദിനേന നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും നിത്യജീവിതത്തിൽ പ്രായോഗികമായി നമ്മളത് സ്ഥിരമായി കൊണ്ടു നടക്കുന്നവരാണോ എന്നുള്ള ഒരു ആത്മപരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം എന്തിനു വേണ്ടി സംവിധാനിച്ചു, അതിനെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായ മറുപടി കൂടി ഉൾക്കൊള്ളുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ മുൽക്ക്. ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൃത്യമായി ഒരു പരീക്ഷണത്തിന് വേണ്ടി, നന്മകൾ ആരാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും നന്നായി കൊണ്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു പരീക്ഷണമായി കൊണ്ടാണ്, ഏറ്റവും കൂടുതൽ ഏതെങ്കിലും നിലക്ക് നന്മകൾ ചെയ്യുക എന്നതിലപ്പുറം ഏറ്റവും നന്നായി അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിൻപറ്റിക്കൊണ്ട് ആ മൻഹജ് അനുസരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അഖീദയിൽ വിശ്വസിച്ചുകൊണ്ട് ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്യുന്ന ആ ഒരു പരീക്ഷണത്തിന് വേണ്ടിയാണ് ഈ ജീവിതം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഈ സൂറത്തിൻ്റെ ആശയം ഉൾക്കൊള്ളുവാനും അതിൻ്റെ അഹലുകാരായി കൊണ്ട് ജീവിക്കുവാനും അതിനെ ദിനേന പാരായണം ചെയ്യുവാനും നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.